എങ്ങോട്ട് പോകണമെന്നും എവിടെയാണ് അഭയമെന്നും അറിയപ്പെടാതെ ഒരു ചാൺ വയറിനു വേണ്ടിയും നഗ്നത മറയ്ക്കാൻ ഒരു നൂലിഴയ്ക്ക് വേണ്ടിയും തലചായ്ച്ച് സമാധാനമായി കണ്ണടച്ച് ഉറങ്ങുവാൻ ആകാശത്തിന് കീഴെ ഒരു കക്കക്കാലിന്റെ തണലെങ്കിലും തേടി അറിയുന്ന മനുഷ്യരാശിയുടെ കാലാന്തരങ്ങളോളം പടർന്നു പോകുന്ന വേദനകൾ എന്നും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് 150 വർഷങ്ങൾക്ക് ശേഷവും ഒരു പുസ്തകത്തെ കുറിച്ച് നാം ഓർക്കുന്നത്. ആ പുസ്തകത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ച് നാം വരകളിലൂടെ രേഖപ്പെടുത്തുന്നത്, വാക്കുകളിലൂടെ സങ്കടങ്ങൾ പകർത്തിരിക്കുന്നത്. വിപണി സർവതന്ത്ര സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരിടത്ത് ഏതൊരു വിധമായ സാമൂഹ്യ മൂല്യങ്ങളുമില്ലാതെ മനുഷ്യരാശി നേരിടുന്ന എല്ലാ പ്രയാസങ്ങൾക്കും, എല്ലാ ബുദ്ധിമുട്ടുകൾക്കും, എല്ലാ സൈദ്ധാന്തിക പ്രശ്നങ്ങൾക്കും സ്വയം തന്നെ നിയന്ത്രണരഹിതമായ ഒരു വിപണി അതിന്റെ തനതായ ധാർമ്മിക അവസ്ഥയിൽ ഊന്നി നിന്നുകൊണ്ട് പരിഹാരം ദർശിച്ചുകൊള്ളും. അവിടെ ഒരാളുടെയും അഭിപ്രായമോ ഇടപെടലുകളോ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന രാജ്യത്ത് നിന്നും വന്നവരാണ് നമ്മളെല്ലാം. 1990കളിൽ തുടങ്ങിയ ആഗോളീകരണ നവസാമ്പത്തിക മൂല്യങ്ങൾ മനുഷ്യന്റെ വേദനകളെയും മനുഷ്യന്റെ സങ്കടങ്ങളെയും എത്ര ക്രൂരമായും എത്ര ആഴത്തിലും വീണ്ടും വീണ്ടും വ്യാപിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള നമ്മുടെ ചോദ്യങ്ങൾക്ക് ഒരു ഭരണാധികാരിയും ഇന്നും ഉത്തരം തരാൻ കഴിയുന്നത്ര ധാർമ്മികമായോ രാഷ്ട്രീയമായോ ഔന്നിത്യം പ്രാപിച്ചിട്ടില്ല എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു സത്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യന്റെ ആകുലതകൾ എന്ന് പറയുന്നത് കാലാന്തരങ്ങൾ കഴിയും തോറും ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് പോലും അല്പം സാമൂഹ്യ ബോധമുള്ള ഒരാളുടെ മനസ്സിൽ, അല്പം സഹജീവി കരുണ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് എന്നും വ്യാകുലതകൾ മാത്രം നൽകുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയിലേക്ക് നാം ആഴത്തിൽ അതിന്റെ സൈദ്ധാന്തിക നഖങ്ങൾ ഇതാണ് ശരി എന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കപ്പെടുകയാണ്. ഇതാണ് ശരി. നമ്മുടെ എല്ലാ മൂല്യങ്ങളും നിയന്ത്രിക്കുന്നത് വിപണിയാണ്. ആ വിപണിയെ ഒരു കാരണങ്ങൾ കൊണ്ടും ഒരു നിയമങ്ങൾ കൊണ്ടും നാം നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. വിപണിയിൽ ഉണ്ടാവുന്ന എല്ലാ തനതായ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അത് സ്വയം പരിഹരിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന പ്രകൃതിക്കന്യമായ, മനുഷ്യ പ്രകൃതിക്കന്യമായ ഒരു സൈദ്ധാന്തിക വസ്തുതയെ വളരെ ആസൂത്രിതമായ ഒരു ലെവലിൽ നമ്മുടെ തലച്ചോറിലേക്ക് കടത്തിവിടുകയും കഴിവുള്ളവൻ മാത്രം അതിജീവിച്ചാൽ മതി എന്ന മൃഗപ്രകൃതിയുടെ നിയമത്തെ വികാരങ്ങളും വിചാരങ്ങളും മനനവും ചിന്തയും എല്ലാം ഉള്ള മനുഷ്യന്റെ മനസ്സിലേക്ക് അതിന്റെ എല്ലാ ആശ്രിതകളോടും കൂടി സംഗമിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയ വ്യവസ്ഥ. അങ്ങനെ ആ രാഷ്ട്രീയമായ വ്യവസ്ഥ അതാണ് ശരി എന്ന നിലയിൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയും പാവപ്പെട്ടവനായി കഴിയുന്നത് അന്നത്തിനു വേണ്ടി നാണം വിൽക്കാൻ പെണ്ണുങ്ങൾ തെരുവോരങ്ങളിൽ ഉടുതുണി അഴിക്കുന്നുവെങ്കിൽ വീട്ടിൽ വൈകുന്നേരം ഒരിറ്റ് കഞ്ഞിയുടെ വെള്ളത്തിന് പകലന്തിയോളം ഒരു ബാല്യം തെരുവോരങ്ങളിൽ കൈനീട്ടുകയും യാചിക്കുകയും പണിയെടുക്കുകയും ചെയ്യണമെങ്കിൽ അത് അവന്റെ വിധി, അത് അവന്റെ കഴിവില്ലായ്മ എന്ന് പറയാതെ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കുന്നു. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയമാണ് യഥാർത്ഥ രാഷ്ട്രീയമെന്നും ആ രാഷ്ട്രീയമാണ് മനുഷ്യകുലത്തിന് നാളെ എല്ലാ സാമ്പത്തിക അസമത്വങ്ങളിൽ നിന്നുമുള്ള മോചനം എന്നും നമ്മുടെ എല്ലാ വരും തലമുറയും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മൃഗപ്രകൃതിക്ക് മാത്രം പരിചിതമുള്ള ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന സിദ്ധാന്തം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ
കരുണയുടെയും ആർദ്രതയുടെയും സഹവർത്തിത്വത്തിന്റെയും തന്നെക്കാൾ കഴിവ് കുറഞ്ഞവനെ കൈനീട്ടി തന്നിലേക്ക് അടുപ്പിച്ച് ചേർത്ത് നിർത്തി അഭയത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു ചെറിയ വാക്ക് നൽകാൻ ബാധ്യസ്ഥനായവനാണ് ഞാൻ എന്ന മനുഷ്യന്റെ യഥാർത്ഥ ചോദനയെ അതിന്റെ എല്ലാ അർത്ഥത്തിലും കരിച്ചു കളഞ്ഞുകൊണ്ട് നാം നമ്മുടെ തലമുറയെ വളർത്തി കൊണ്ടുവരുന്നു. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നവൻ, ഏറ്റവും നല്ല പടം വരയ്ക്കുന്നവൻ, ഏറ്റവും വലിയ ഓട്ടക്കാരൻ, നിന്റെ കൂടെയുള്ളവനെ എത്ര സമർത്ഥമായി നീ പിന്നിലാക്കുന്നുവോ അതിനനുസരിച്ച് നീ നിന്റെ ജീവിതയാത്രയിൽ ബഹുദൂരം മുന്നിലാകുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്ഥിതി. സാമ്പത്തികം എന്ന് പറയുന്ന ഏകമായ ഒരു സൈദ്ധാന്തിക അടിത്തറയിൽ എല്ലാ ധാർമ്മിക മൂല്യങ്ങളെയും നിർവചിക്കാൻ പഠിപ്പിക്കുന്ന ഒരു അത്യന്തം ദുരന്തകരമായ ഒരു വർത്തമാനകാല ജീവിതം. ഇത് മനുഷ്യൻ അവന്റെ ബൗദ്ധിക തലത്തിൽ ഉയർത്തപ്പെടുകയും സാങ്കേതികമായ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുമ്പോൾ അവന്റെ ദൈക്ഷണികമായ ചോദനകൾക്ക് ധാർമ്മികതയുടെ അടിത്തറ ഉണ്ടാക്കി വെക്കുകയും ചെയ്യുമെന്നൊക്കെ ഏതെങ്കിലും കാലത്ത് പാവങ്ങളെ പോലെയുള്ള നോവൽ എഴുതിയ ഏതൊക്കെയോ പാവം മനുഷ്യർ ചിന്തിച്ചു പോയിട്ടുണ്ട് എങ്കിൽ മനുഷ്യന്റെ ആസുരമായ ഭാവങ്ങൾക്ക് എന്തും എന്നിലേക്ക് മാത്രം വെട്ടിപ്പിടിക്കാൻ കഴിയുന്ന, എന്തും എനിക്ക് മാത്രം ആസ്വദിക്കണം എന്ന് വിചാരിക്കുന്ന മനുഷ്യന്റെ സ്വാർത്ഥത ഒരു പരിധിവരെയും മനുഷ്യന്റെ ആകുലതകൾക്ക് സ്വയം തിരിച്ചറിഞ്ഞ് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന നല്ല മനസ്സുകളിലേക്ക് വളരുന്നില്ല എന്നുള്ളത് മനുഷ്യന്റെ ചരിത്രാതീത കാലം തൊട്ട് ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആ ആവർത്തന ഭൂമികയിൽ നിന്നാണ് നാം ഇന്നും പാവങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. ഈ നോവലിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ജീവിതാവസ്ഥ നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഡൽഹി എന്ന് പറയുന്ന ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലൂടെ, ആ മഹാനഗരത്തിന്റെ മാറിലൂടെ 10 മിനിറ്റ് നടന്നു പോയി കഴിഞ്ഞാൽ ഞാൻ വളരെ വേദനയോടെ കൂടെ വന്ന ആളോട് ചോദിച്ചു, ഈ റോഡിലൂടെ ആയിരിക്കുമല്ലോ ലോക നേതാക്കൾ പാഞ്ഞു പോകുന്നത്. ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രത്തിലേക്കും ഇന്ത്യൻ ഭരണ നേതൃത്വത്തിന്റെ വസതികളിലേക്കും ഉച്ചകോടിയിലും വലിയ ഉയർന്ന നിലവാരത്തിലുള്ള ചർച്ചകളിലും പങ്കെടുക്കാൻ പോകുന്നത് ഈ തെരുവോരങ്ങളിലൂടെ ആയിരിക്കുമല്ലോ. ഈ കാഴ്ചകളൊന്നും ഈ രാജ്യത്തിന്റെ നാം അവകാശപ്പെടുന്ന സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയമായ ഉത്കർഷയ്ക്ക് നേരെയുള്ള ചോദ്യചിഹ്നമായി ഒരാൾ പോലും ചൂണ്ടിക്കാണിക്കാറില്ലേ? ബോംബെ എന്ന് പറയുന്ന ചുവന്ന തെരുവുകൾ കൊണ്ട് പ്രശസ്തമായ നഗരമല്ലേ ഇത്? കൊൽക്കത്തയിലെ തെരുവോരങ്ങളെ കുറിച്ചുമല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ തലസ്ഥാന നഗരി, ഇന്ത്യ അതിവേഗം പുരോഗതിയിലേക്ക് കുതിക്കുന്നു എന്ന് പറയുന്ന ആ തലസ്ഥാന നഗരിയിൽ കണ്ട കാഴ്ചകൾ. തെരുവോരത്ത് കൈനീട്ടുന്ന കുഞ്ഞുങ്ങൾ, ഏത് പാതിരാത്രിയിലും ഏത് അപരിചിതന്റെ കൂടെയും ഇറങ്ങിപ്പോയാൽ തന്റെ വീട്ടിൽ തനിക്ക് കാത്തിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയുമെന്ന് വ്യാമോഹിക്കുന്ന സ്ത്രീകൾ, ആ തെരുവിന്റെ ഓരങ്ങളിൽ ഇവിടത്തെ വെല്ലുന്ന ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളിൽ രാത്രി അതിന്റെ എല്ലാ ആശ്രിതകളോടും കൊഴുക്കുമ്പോൾ ഇന്ത്യ എവിടെയാണ് പുരോഗമിക്കുന്നത്? പാവപ്പെട്ടവൻ വീണ്ടും വീണ്ടും അവന്റെ ജീവിത ദൈന്യതകളിലേക്ക് അതികഠിനമായും അതിക്രൂരമായും എടുത്തെറിയപ്പെടുകയും, പൈസ ഉള്ളവൻ, കാശുള്ളവൻ 1 കോടി രൂപ കൊണ്ട് ഡൽഹിയിലേക്ക് ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ ചാൻസ് എടുക്കാൻ ധൈര്യമുള്ളവന്, കഴിവുള്ളവന് 1 വർഷം കൊണ്ട് 10 കോടിയാക്കാമെന്ന് വിലപേശുന്ന സാമ്പത്തിക ധാർമ്മിക ബോധത്തിലേക്ക്, അതാണ് ശരി എന്ന് വിചാരിക്കുന്ന ക്രൂരമായ ഒരു ധാർമ്മിക ബോധത്തിലേക്ക് നാം എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തിപ്പോയി. ഇതൊന്നും ഒരിക്കലും നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാക്കുന്ന കാഴ്ചകളേ ആവുന്നില്ല. ഈ തെരുവോരങ്ങൾ ഒരിക്കലും ഭരണകൂടങ്ങൾക്ക് അലോസരപ്പെടുത്തുന്ന, കണ്ണിൽ കുത്തുന്ന ദൈന്യമുഖങ്ങളാവുന്നില്ല. എല്ലാവർക്കും വേണ്ടത് ഒരു സൈഡിൽ പ്രൊജക്ട് ചെയ്യപ്പെടുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങളും തെരുവിലൂടെ വളരെ മിനുസമാർന്ന റോഡുകളിലൂടെ ചീറിപ്പായുന്ന ആഡംബര വാഹനങ്ങളും മാത്രമാണ്. അതാണ് വികസനം എന്ന് പറയുമ്പോൾ
പാവങ്ങൾ എന്നും പാവങ്ങളായിട്ട് മാത്രം അവശേഷിക്കുന്നു. അനാഥരെന്നും അനാഥരായിട്ട് മാത്രം ജീവിച്ച് ഒടുങ്ങുന്നു. വിശക്കുന്നവന്റെ വിശപ്പിന് വിശക്കുന്ന മനുഷ്യ നീ പുസ്തകം കയ്യിലെടുക്കൂ എന്ന് പറഞ്ഞു വെച്ചു. ആ പുസ്തകം കയ്യിലെടുത്ത് അറിവ് ആയുധമാക്കി മുന്നേറാൻ കഴിയുന്ന ജീവിത സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം നമുക്ക് മുന്നിലുണ്ടോ എന്ന്. ഇത്രയും അരാഷ്ട്രീയമായ ഒരു കാലത്ത് ഇത്രയും ആസുരമായ, ഇത്രയും വൈകൃതമായ, വ്യക്തി അധിഷ്ഠിതമായ വർത്തമാനങ്ങൾ കൊണ്ട്, പൈങ്കിളി വർത്തമാനങ്ങൾ കൊണ്ട് നമ്മുടെ അന്തരീക്ഷം ഇത്രയും മലീമസമായ ചുറ്റുപാട് ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും എന്റെ ഈ 41 വയസ്സിന്റെ ജീവിതത്തിനിടയിൽ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. നന്മയ്ക്ക് നേരെ അല്പമെങ്കിലും ശക്തിയോടെ കടന്നു വരുന്ന എല്ലാ മനുഷ്യരെയും തകർത്തെറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ദുർമേധസ്സുകൾ കുലഭ്യം പറഞ്ഞും കുലയാട്ടിയും ചാനലുകളുടെ മൈക്കിന് മുന്നിലും ക്യാമറയ്ക്ക് മുന്നിലും ഇരുന്ന് വിളയാടുമ്പോൾ നമുക്കിന്ന് അവർക്ക് അതൊക്കെ കണ്ടില്ലെങ്കിൽ വൈകുന്നേരം എന്തോ ഒരു അസ്വസ്ഥതയാണ്. അങ്ങനെ നീല വിളമ്പാൻ കഴിയുന്ന ഒരു വിഷയം കിട്ടിയില്ല എങ്കിൽ അസ്വസ്ഥരായി പോകുന്ന മനസ്സുകളിലേക്ക് മനസ്സുള്ളവരായിട്ട് നാം ചുരുങ്ങിപ്പോകുന്നു. രാഷ്ട്രീയ ദുർമേധസ്സുകൾ പുലമ്പുന്ന അർത്ഥരഹിതമായ വ്യക്തിഹത്യ നടത്തി മാത്രം തന്റെ സ്ഥാനം ഉറപ്പിക്കാം എന്ന് വിശ്വസിക്കുന്ന, അതിലൂടെ മാത്രമേ ഇനി രാഷ്ട്രീയം നിലനിൽക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ ഭിക്ഷാന്തഹികളുടെ ജൽപ്പനങ്ങൾ കൊണ്ട് നമ്മുടെ തീന്മേശകളും നമ്മുടെ കിടക്കമുറികളും മലീമസമാകുമ്പോൾ അതില്ല എങ്കിൽ എന്തോ അസ്വസ്ഥതയുണ്ട് എന്ന് പറയുന്ന മാനസികമായ ഒരവസ്ഥയിലേക്ക് നാം തരം താണു പോകുന്ന ദുരന്തം. എവിടെയാണ് സ്ത്രീത്വം ബഹുമാനിക്കപ്പെടുന്നത്? ഏത് വേദിയിലാണ് സ്ത്രീത്വം ബഹുമാനിക്കപ്പെടുന്നത്? എവിടെയാണ് ഇതെന്റെ തുല്യ പങ്കാളിയാണ്, ജീവന്റെ പാതിയാണ്, ഈ പ്രകൃതിയുടെ നേർ പകുതിയാണ് എന്ന് സ്ത്രീയെ ബഹുമാനിക്കുന്ന ഏത് ജീവിത സാഹചര്യമാണ് നമുക്ക് ചുറ്റിലുമുള്ളത്? ലൈംഗിക ദുരുപയോഗവും 3 വയസ്സുകാരെയും 90 വയസ്സുകാരെയും പീഡിപ്പിക്കപ്പെടലുമൊക്കെ വാർത്താ മാധ്യമങ്ങളുടെ ഒളിഞ്ഞോന്നോട്ട മനഃശാസ്ത്രത്തിലൂടെ ഒരുപാട് പുറം ലോകത്തേക്ക് കൊണ്ടുവരുന്നുവെങ്കിലും ബഹുമാനിക്കപ്പെടേണ്ടവളാണ് അവൾ എന്ന് തിരിച്ചറിവുള്ള ഏത് സാഹചര്യത്തിലാണ് അവൾ അതിന് ശരിയായ അർത്ഥത്തിൽ ബഹുമാനിക്കപ്പെടുന്നത്? ഒരു വ്യക്തിയായിട്ട് അവളെ കണ്ട്, ഒരു മനുഷ്യനായിട്ട് കണ്ട് നമുക്ക് കൈപിടിച്ച് നടക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് ഏത് സ്ത്രീയെ നമുക്കൊന്ന് സങ്കല്പിക്കാൻ പറ്റും? ഏത് സാഹചര്യത്തെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും? അത്യപൂർവമാണ്, തീരെ ഇല്ല എന്ന് തന്നെ പറയുന്ന വേദനിക്കുന്ന ഒരു മനസ്സെനിക്കുണ്ട്. ആ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു വെളിച്ചം ചെറുതായെങ്കിലും കടന്നു വരുമ്പോഴാണ് അജയ് പോലുള്ളവർ വിളിക്കുമ്പോൾ ഇത്തരം വേദികളിലേക്ക് ഞാൻ വന്നു പോകുന്നത്. കണ്ടും കേട്ടും ഉൾവലിഞ്ഞ് ആത്മാവ് മരിച്ചു പോയ വ്യക്തിയാണ് ഞാൻ. 10-12 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നാട്ടിൽ നിന്നും വിമാനം കയറി ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ കാല്, എന്റെ കൈ, എന്റെ ശരീരമൊക്കെ തിരിച്ചു പിടിച്ച് എന്നെ തിരിച്ചു തന്നെ വലിച്ചു കൊണ്ടുപോയ എന്റെ മണ്ണ്, ജീവിതം, കുടുംബം, നാട്, ഇതൊക്കെ പിന്നെ വളരെ മനഃപൂർവ്വം ഞാൻ വളരെ യാന്ത്രികമായി ചിന്തിച്ചു കൂട്ടി എടുത്ത് തീരുമാനിച്ചെടുത്ത് ഈ മണ്ണിൽ ജീവിതം ജീവിച്ചു തീർക്കാം ബാക്കി എന്ന് വിചാരിച്ചിവിടെ നിന്ന് ആ കഴിഞ്ഞ ഇത്രയും വർഷം മനസ്സിൽ നിന്ന് പോയ നല്ല വാക്കുകൾ, വായിക്കാതെ പോയ നല്ല പുസ്തകങ്ങൾ, കാണാതെ പോയ സൗഹൃദങ്ങൾ, ഒരിക്കലും പുറത്തേക്ക് വെളിച്ചത്തിലേക്ക് വന്ന് സംസാരിക്കാൻ കഴിയാത്ത അത്രയും രീതിയിൽ ഉൾവലിഞ്ഞു പോയ ഒരു വ്യക്തി ഇവിടെ ഇത്തരം സംഘടനകളുള്ള ഈ സ്ഥലത്തെങ്കിലും ഞാൻ വിചാരിക്കുന്നു എന്നെ പോലൊരാള് അങ്ങനെയല്ല ആകേണ്ടിയിരുന്നത് എന്ന്. അതെന്റെ ഒരു സ്വകാര്യമായ വേദനയാണ്. ഞാനിപ്പോഴും സ്വപ്നം കാണുന്നുണ്ട് കൂടെ വരൂ എന്ന് പറഞ്ഞ് വിളിക്കാൻ ഒരു സൗഹൃദത്തിന്റെ നാവും വാക്കും എവിടെയെങ്കിലും ഉണ്ടാകണമെന്ന്. ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട്, വ്യക്തിപരമായ പ്രശ്നങ്ങൾ പോലും ഞാൻ ചിലരെയൊക്കെ അഭിസംബോധന ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റായ ഫ്രണ്ട് എന്നാണ്. എനിക്കൊരിക്കലും ആകാൻ കഴിയാത്ത ഒരു സാത്വികമായ ഭാവം. എന്റെ രാഷ്ട്രീയം മനുഷ്യന്റെ രാഷ്ട്രീയമായതുകൊണ്ട്, മനുഷ്യന്റെ രാഷ്ട്രീയത്തിന് എപ്പോഴും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖച്ഛായ മാത്രം ഉള്ളത് കൊണ്ട്
ആ രാഷ്ട്രീയ ബോധത്തിൽ നിന്നും ഉടലെടുക്കുന്ന, ആ രാഷ്ട്രീയ ബോധത്തിൽ നിന്നും ഉറവ പൊട്ടുന്ന ചില സൗഹൃദങ്ങളെ നോക്കി ഞാൻ വിളിക്കാറുണ്ട് കമ്മ്യൂണിസ്റ്റ് ആയ ഫ്രണ്ട്. അവരൊക്കെ പോലും ജീവിതത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ വെറും സാധാരണക്കാരെ പോലെ മാത്രം പ്രതികരിക്കുകയും കൂടെയുള്ള നേർപാതിയായ പെൺ സൗഹൃദങ്ങളെ അവരെ പെണ്ണുങ്ങളായിട്ട് മാത്രം തരം താഴ്ത്തി കാണിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ. ഇവിടെ കുറച്ചുകൂടി ക്രിയാത്മകമായ, കുറച്ചുകൂടി ഉള്ളുകൊണ്ട് ഒന്നാകുന്ന ഒരു കൂട്ടായ്മ, അത് ഇതുപോലൊരു സാഹചര്യത്തിൽ, ഇതുപോലൊരു വേദിയിൽ ഞാൻ വീണ്ടും പറയണമെങ്കിൽ, വീണ്ടും അത് ആവർത്തിക്കുന്നുവെങ്കിൽ എന്റെ ഉള്ളിലെ ഒരു മോഹമാണ് അത് അങ്ങനെ ഉണ്ടാവണമെന്ന്. 100,000 പേരെ കൂട്ടിക്കൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും വിപ്ലവത്തിന്റെ വിത്തുകൾ പാകിക്കൊണ്ട് വസന്തത്തിന്റെ നാളിൽ വിപ്ലവത്തിന്റെ ഇടിമുഴക്കം കേട്ടതുപോലെ നമുക്കാർക്കും അങ്ങനെ ത്യാഗങ്ങൾ ഏറ്റെടുക്കാനുള്ള മനസ്സുള്ളവരൊന്നുമല്ല. നമുക്കാർക്കും തെരുവിൽ പോയി മദർ തെരേസയെ പോലെ ത്യാഗോജ്വലമായ ജീവിതം ജീവിച്ചു തീർക്കാനുള്ള കരുണാർദ്രമായ മനസ്സുള്ളവരല്ല. പക്ഷേ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വാക്ക്, ഇറങ്ങി നമ്മളിൽ നിന്നും ഓടി ഒളിച്ചു കളയുന്ന ഒരു നല്ല സ്വപ്നം, കൂട്ടുകാരി, ഇത് ആരുടെ പ്രശ്നം? ഇതെന്റെ പ്രശ്നമാണ്, ഞാൻ നിനക്കുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു ബോധം നമുക്കെങ്കിലും ഉണ്ടാവണ്ടേ. അബുദാബിക്കാർക്കറിയാം മുഗൾ ഗഫൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എത്രയോ പേർക്ക് കൂട്ടായും താങ്ങായും ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ചിരിച്ചുകൊണ്ടല്ലാതെ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യൻ. ഞാൻ അത്ഭുതത്തോടെ ഓർക്കാറുണ്ട്, ഒരു മനുഷ്യന് സ്വയം തിരസ്കരിക്കാൻ, സ്വയം തിരിച്ചു കളയാൻ ഇത്ര എളുപ്പം സാധിക്കുന്ന ഒന്നാണോ? മേഘവിസ്ഫോടനങ്ങൾ പോലെ ഉള്ളിൽ വന്നു നിറയുന്ന വികാര വിക്ഷുബ്ധമായ അവന്റെ വേദനകൾ സഹജീവികൾ പോലും കാണാതെ പോകുന്ന ദുരന്ത മുഹൂർത്തങ്ങൾ. അങ്ങനെ ഒരാളെങ്കിലും കണ്ടിരുന്നുവെങ്കിൽ, മുഗൾ ഗഫൂറിനോട് ഒരാൾക്കെങ്കിലും ചോദിക്കാനുള്ള തിരിച്ചറിവുണ്ടായിരുന്നുവെങ്കിൽ എന്താണ് പ്രശ്നം? എത്രയോ പേരോട് ചോദിച്ച ഒരാളാണ് അദ്ദേഹം, എന്താണ് പ്രശ്നം? ആ പ്രശ്നക്കാരോടെല്ലാം അനുതാപപൂർവ്വം തന്നെ കൊണ്ട് കഴിയുന്നതിനപ്പുറം കേട്ടു നിർത്തിയ ഒരു മനുഷ്യൻ. പക്ഷേ അയാളോട് ചോദിക്കാൻ ആരും ബാക്കിയുണ്ടായിരുന്നില്ല. എന്താണ് നിങ്ങളുടെ പ്രശ്നം? നമുക്ക് ചോദിക്കാൻ കഴിയണ്ടേ എന്താണ് പ്രശ്നം? 150 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു പുസ്തകത്തെ കുറിച്ച് ഇന്നും മനസ്സിൽ അനുതാപമുള്ളത് കൊണ്ട് മാത്രം ഇതുപോലൊരു വേദിയിൽ വന്ന് സംസാരിക്കാനിരിക്കുന്ന നമുക്ക്, അങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന മാനുഷിക തലമുള്ള നമുക്ക് കുറച്ചും കൂടി ഊഷ്മളമായ ബന്ധങ്ങളും ഊഷ്മളമായ ജീവിതത്തിനോടുള്ള സമീപനങ്ങളും ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സാമൂഹിക ജീവിതം എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമായ, വ്യക്തി കഴിവുകളിൽ അധിഷ്ഠിതമായ ഒരു മത്സരമായിട്ട് മാറുകയും അതിന് ധാർമ്മികതയുടെയും ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ വൈകാരികമായ മൂല്യങ്ങളുടെയും അടിസ്ഥാനമില്ലാതായി പോവുകയും ചെയ്യുന്ന വളരെ ആസുരമായ കാലത്ത്, എല്ലാ നന്മകളും നമ്മിൽ നിന്ന് പറിച്ചെടുക്കുന്ന കാലത്ത്, എവിടേക്ക് നോക്കിയാലും എല്ലാ ലക്ഷ്യങ്ങളിൽ നിന്നും നമ്മെ പറിച്ച് പുറത്തേക്ക് കളഞ്ഞ ആ വാതിലുകളെല്ലാം പൊട്ടിയടച്ചു കളയുന്ന അതികഠിനമായ കാലത്ത് നമുക്ക് കഴിയണം ഒരു വാതിൽ, ആ വാതിൽ അടഞ്ഞു പോയാൽ ഒരു ജനലിന്റെ പകുതിയെങ്കിലും തുറന്നു വെക്കാൻ. നാം എന്തുകൊണ്ടൊക്കെയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഒരുപാട് സൗഭാഗ്യങ്ങളിൽ ജീവിക്കാൻ കഴിയുന്നവരാണ്. നമ്മെ കാത്തിരിക്കാൻ ഇതിലിരിക്കുന്ന പലർക്കും കുടുംബത്തിൽ ആൾക്കാരുള്ളവരാണ്. വിരഹത്തിന്റെ വേദനകൾ അത്ര അധികം അനുഭവിക്കേണ്ടി വന്നവരല്ല നാമൊന്നും. സച്ചിദാനന്ദൻ ആകുലപ്പെട്ടതുപോലെ ഇതേതാണ് ഈ മരം, പുളി എനിക്കറിയാം, പേര മരം എനിക്കറിയാം, ചാമ്പയ്ക്ക് അറിയാം, പക്ഷേ ചെറിയ ഇലകളുള്ള കടും പച്ച നിറമുള്ള അറിയാത്ത മണമുള്ള ഈ മരം ഏതാണ്? പ്രവാസത്തിന്റെ വിഹുലതകളിലേക്ക് എടുത്തറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, അത് അതിന്റെ എല്ലാ അർത്ഥത്തിലും അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എയർപോർട്ടിൽ നിന്നും വിമാനത്തിലേക്ക് കയറുമ്പോൾ ആ വാതിലുകൾ ഇറുക്കെ എന്റെ മുന്നിലേക്ക് അടച്ച് എന്നെ അതിനകത്തേക്ക് ഏതോ ഒരു ഗുഹാമുഖത്തേക്ക് തള്ളിയിട്ട് പോ എന്നെ കൈകാട്ടി ആട്ടി ഒഴിച്ചതുപോലെ ഇരുന്ന 3.5 മണിക്കൂറുകൾ. ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെ പുറത്തു കടക്കാൻ പറ്റും? എങ്ങനെ എന്റെ പച്ചപ്പിലേക്ക് മടങ്ങാൻ പറ്റും? 6 മാസം മുതൽ 1 വർഷം വരെ ഉറങ്ങാതെയും ഗുളിക കഴിച്ചുമൊക്കെ ഉറങ്ങാൻ ബന്ധപ്പെട്ട ഞാൻ ആ പേരറിയാത്ത മരങ്ങളുള്ള നാട്ടിൽ വന്ന് അറിയാത്ത മണങ്ങളിൽ നിന്നും എവിടേക്കോ സൗഹൃദത്തിന്റെ
ചെറിയ വാസനകൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചും ആ മരങ്ങളെ സ്നേഹിച്ചുമൊക്കെ ജീവിക്കാൻ നമ്മളിരിക്കുന്ന കുറച്ചെങ്കിലും ഭാഗ്യമുണ്ടായവരാണ്. നമ്മുടെ സ്വപ്നങ്ങളിൽ നമുക്ക് നമ്മളോട് കൂടെയുള്ളവരെ കൂടി ചേർത്ത് നിൽക്കാൻ കഴിയുന്ന മാനവികതയുടെ ഒരു നല്ല വിശാലമായ ഒരു മുഖം കൂടി നാം വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ആവർത്തിക്കുന്നു, ആൾക്കൂട്ടത്തിന്റെ വലിപ്പമല്ല ഇവിടെ ഇരിക്കുന്ന മനസ്സുകളെ നിയന്ത്രിക്കുകയും ചലിപ്പിക്കുകയും ചെയ്യുന്ന ചില ജീവിത മൂല്യങ്ങളുണ്ടാവും. അതാണ് ഇത്തരം സദസ്സുകളുടെ, ഇത്തരം വേദികളുടെ മഹത്വം. ആ മഹത്വം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പുറത്തേക്ക് പ്രസരിപ്പിക്കാനും അതിന്റെ എല്ലാ വൈകാരികമായ സത്യസന്ധമായ ജ്വാലയോടൊപ്പം പ്രസരിപ്പിച്ച് വിളക്കായി നമുക്ക് ഈ ലോകം മുഴുവനും പ്രകാശം കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് നമ്മുടെ തൊട്ട് മുന്നിലുള്ള ആളിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. കൈവിട്ടു പോകുന്ന മാനുഷിക മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാൻ ഇത് മാത്രമേ കഴിയുള്ളൂ. 150 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു പുസ്തകത്തിലെ വാക്കുകൾ, ആ പുസ്തകത്തിലെ വരികൾ ഇന്നും മനുഷ്യനെ എവിടേക്കോ ഒന്നിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശപ്പ് എന്ന് പറയുന്നത് ഏത് മനുഷ്യന്റെയും ഈ ഭൂമിയിലെ അടിസ്ഥാനപരമായ ഏറ്റവും വലിയ പ്രശ്നമാണ്. പണ്ടൊരു സിനിമയിൽ കേട്ട ഡയലോഗ് ഉണ്ട്, വിശക്കുന്ന പെണ്ണിനോട് തുണി അഴിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് ചെയ്യാൻ കഴിയില്ല എന്ന്. വിശപ്പ് എന്ന് പറയുന്ന ഏറ്റവും അതികഠിനമായ, ഒരിക്കലും നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന ആ വികാരം, ഒരു മനുഷ്യന്റെ ഏറ്റവും കഠിനമായ ജീവിതാവസ്ഥ, ആ ജീവിതാവസ്ഥ ഇന്നും ഓരോ 4 സെക്കൻഡിലും തന്റെ ജീവിതാവസ്ഥകളിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനിലൂടെയും ജീവിതത്തിൽ ലോകത്ത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പോകാൻ ഇടമില്ലാത്തവർ, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവർ, ശുദ്ധവെള്ളം കുടിക്കാൻ കഴിയാത്തവർ, കുട്ടികളും സ്ത്രീകളും അതിൽ ഏറ്റവും വലിയ ഇരകളാവുന്നു. യുദ്ധവും ദാരിദ്ര്യവും ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം ചേർത്ത് പണക്കാരന് മാത്രം സുഖിക്കാൻ കഴിയുന്നതാണ്, ജീവിക്കാൻ കഴിയുന്നതാണ് ഈ ഭൂമി എന്ന് ആവർത്തിച്ചുറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ല, മൃഗവാസനയുടെ കഴിവുള്ളവരെ മാത്രം നിലനിൽക്കാൻ കഴിയുമെന്ന സിദ്ധാന്തമല്ല, മറിച്ച് കഴിവില്ലാത്തവൻ എന്നിലേക്ക് ചേർത്ത് നിർത്തി അവനും കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു മണ്ണ്, അവന്റെ കാലുറപ്പിച്ചു നിർത്താൻ കഴിയുന്ന ഒരു തുണ്ട് ഭൂമി ഉണ്ടാക്കി കൊടുക്കൽ എന്റെ ബാധ്യതയാണ് എന്ന് തിരിച്ചറിയുന്ന മനുഷ്യന് മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് എന്നാണ് അവിടേക്ക് ഉയരാൻ കഴിയുക? മനസ്സുകൊണ്ട്, ചിന്തകൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് പോലും അധികാര രാഷ്ട്രീയമായി തരം താണു പോവുകയും പാർലമെന്ററി വ്യാമോഹം എന്ന് പറയുന്നത് എല്ലാ പ്രസ്ഥാനങ്ങളെയും അതിന്റെ ഏറ്റവും നിർലജ്ജകരമായ, ഏറ്റവും ലജ്ജാകരമായ അവസ്ഥയിൽ പിടികൂടുകയും ചെയ്തപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകൾക്ക് ഒരു മറുവാക്ക് പറയാൻ പോലും കഴിയാത്ത രീതിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും അതിഭയാനകമായി പരാജയപ്പെട്ടു പോയെടുത്ത് ഇനി ഉയർന്നു വരുന്ന തലമുറ മനുഷ്യനെ അവന്റെ വികാരങ്ങളുടെ നൈതികതയോടുകൂടി ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയത്തിന് മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അതിനൊരുപാട് കാലമെടുക്കും, സമയമെടുക്കും. അതിനു വേണ്ടത് നമ്മുടെ സമർപ്പണമാണ്, നല്ല മനസ്സാണ്. എനിക്ക് വിശ്വാസമുണ്ട്, ഇതുപോലെയുള്ള സദസ്സുകൾ, ഇത്തരം ചെറിയ കൂട്ടായ്മകൾ മനുഷ്യന്റെ വേദനകളോട് മനുഷ്യന്റെ മനസ്സുകൊണ്ട് സംവേദിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. രാഷ്ട്രീയം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി എനിക്ക് ഈ ഭൂമിയിൽ കാലുറച്ചു നിന്ന് ഇത് ഞാനാണ് എന്നുള്ള എന്റെ സ്വത്വബോധത്തെ എന്നിലേക്ക് തന്നെ എന്റെ ശക്തിയായി പ്രസരിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലമാണ് മനുഷ്യന്റെ രാഷ്ട്രീയം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആ രാഷ്ട്രീയാവസ്ഥയിലേക്ക് ഉയരണം എങ്കിൽ ചില നേതൃത്വങ്ങൾ, ചില നല്ല മനസ്സുകൾ, അതിന് പാർലമെന്ററി വ്യാമോഹവും അധികാര രാഷ്ട്രീയവും മാത്രം പോരാ എന്നുള്ള അതും ഉണ്ടാവണം. ഇന്നത്തെ വർത്തമാനകാല ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് അതില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. അതും ഒരു ഭാഗത്ത് ആവശ്യമായി വരുമ്പോൾ, എന്നാൽ അതിനുപരിയായി സൈദ്ധാന്തികമായ
പരിഹാരം നിർദ്ദേശിക്കലാണ് യഥാർത്ഥ രാഷ്ട്രീയമെന്നും ആ സൈദ്ധാന്തികതകൾക്ക് എപ്പോഴും പ്രായോഗിക തലത്തിൽ വേരുറപ്പുള്ള മണ്ണ് പരമപ്പെടുത്തി കൊടുക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള ഉറച്ച രാഷ്ട്രീയ ബോധം, ആ രാഷ്ട്രീയ ബോധത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയൂ. അതല്ല എങ്കിൽ ഇനിയും 150 വർഷം കഴിഞ്ഞാലും നാം പാവങ്ങളെ കുറിച്ച് സംസാരിക്കും, വിശപ്പിനെ കുറിച്ച് സംസാരിക്കും, അന്നത്തിന് വേണ്ടി തുണിയുരുന്ന പെണ്ണിനെ കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കും, പിച്ച് ചിന്തപ്പെടുന്ന സ്ത്രീത്വത്തെ കുറിച്ച് സംസാരിക്കും. നമ്മുടെ ചാനലുകളിലെ ചർച്ച കണ്ടിട്ടില്ലേ? ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്? എത്ര ലളിതമായി, എത്ര ഉപരിപ്ലവമായി നമ്മുടെ നാടിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ, ധാർമ്മികമായ പ്രശ്നങ്ങളെ, സാമ്പത്തികമായ പ്രശ്നങ്ങളെ, രാഷ്ട്രീയമായ പ്രശ്നങ്ങളെ ലളിതവൽക്കരിച്ച് ചാനൽ ചർച്ചകളിൽ എത്ര ചുരുക്കി കളയുന്നു. നമ്മുടെ മനസ്സിന്, നമ്മുടെ സമൂഹ മനസ്സിന് എന്തോ കാര്യമായ തകരാറുണ്ട് എന്ന് തിരിച്ചറിയാതെ ആ തകരാറിനെ കുറിച്ചല്ല നാം സംസാരിക്കുന്നത്. പെണ്ണുങ്ങളുടെ വസ്ത്രധാരണമാണോ? പാതിരാത്രി 9 മണിക്ക് ഇറങ്ങിപ്പോയതാണോ? സിനിമയ്ക്ക് പോയതാണോ? അവൾ എന്തുകൊണ്ട് അവളുടെ പുരുഷ സുഹൃത്തിനോടൊപ്പം ആ സമയത്ത് സിനിമയ്ക്ക് പോയി എന്ന ലളിതമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ചർച്ച ബുദ്ധിജീവികൾ പോലും ചുരുക്കിക്കളയുന്നു, രാഷ്ട്രീയക്കാർ പോലും ചുരുക്കിക്കളയുന്നു. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? ഇത്തരം അരാഷ്ട്രീയമായ സമീപനങ്ങളിലേക്ക്, അരാഷ്ട്രീയമായ ചിന്താഗതിയിലേക്ക് നമ്മുടെ തലമുറയെ ബോധപൂർവം വിപണി എന്ന് പറയുന്ന നിയന്ത്രണങ്ങളില്ലാത്ത നവലിബറൽ സാമ്പത്തിക തത്വശാസ്ത്രങ്ങൾ, ഭരണകൂടങ്ങൾ വളരെ 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 ആസൂത്രിതമായ രീതിയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് തിരിച്ചറിയേണ്ടത് നാമാണ്. നമ്മെ പോലുള്ളവർക്കേ ആ തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ. ആ തിരിച്ചറിവിൽ നിന്നും നാം നേടിയെടുക്കുന്ന ഊർജമായിരിക്കണം നാളേക്ക് നമ്മുടെ തലമുറ. 17കാരിയായ മകളുള്ള എന്റെ മനസ്സിന്റെ വ്യാകുലതകൾ, 6 വയസ്സുകാരൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അമ്മയുടെ മനസ്സിലുണ്ടാവുന്ന തീ, എന്നും എനിക്ക് ഇങ്ങനെ ജീവിക്കണോ? ഞാൻ എന്നും ഇങ്ങനെ ജീവിക്കേണ്ടതാണോ? എന്റെ കുട്ടി എന്നും നീ ഒരു ശരീരം മാത്രമാണ്, നീ സ്വയം എപ്പോഴും ആയുധവൽക്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. നീ നിന്റെ ചുറ്റുമുള്ളവർ ഒരിക്കലും വിശ്വസിക്കരുത്, ഏട്ടനെ കെട്ടിപ്പിടിക്കരുത്, അമ്മാവന്റെ മടിയിലിരിക്കരുത്, അച്ഛനുമ്മ കൊടുക്കരുത് എന്ന് മാത്രം പറഞ്ഞു പഠിപ്പിക്കാൻ കഴിയുന്ന ജീവിത സാഹചര്യത്തിലേക്ക് നാം നമ്മുടെ കുട്ടികളെ പോലും മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട് മരവിപ്പിച്ച വെറും ജീവച്ഛവങ്ങളായി വളർത്തിയെടുക്കുന്നു. ഞാൻ പറയുന്നു, രാഷ്ട്രീയമായ ബോധത്തിന് മാത്രമേ ഇത്തരം ക്രൂരമായ ജീവിതാവസ്ഥകളിൽ നിന്നും നമുക്ക് മോചനം നൽകുവാൻ കഴിയും. ആ രാഷ്ട്രീയ ബോധത്തിലേക്ക് ഉയരുവാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാവണം. അതിലേക്ക് വഴി കാണിക്കുവാനുള്ള, ദിശാബോധം നൽകുവാനുള്ള കരളുറപ്പുള്ള ചെറിയ ചെറിയ നേതൃത്വങ്ങളെങ്കിലും എവിടെയെങ്കിലും ഉണ്ടായി വരണം. എപ്പോഴെങ്കിലും വന്ന് ഒരുമിച്ച് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നവര് 2 വാക്ക് പറഞ്ഞ് മുഖം തിരിച്ച് പോകുന്ന കേവലമായ കൂട്ടായ്മകൾ, ഇതുപോലെയുള്ള സംഘടനകളെങ്കിലും ആവരുത് എന്ന് ഞാൻ ഉള്ളുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു. അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ കൊളുത്തി വെക്കുന്ന ചെറിയ ചില തിരികൾ നമുക്ക് വഴികാട്ടിയായി ഉണ്ടാവട്ടെ. എന്നെ കേട്ടതിന്, എന്നെ വിളിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. കടമ്മനിട്ട ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഇവിടെയാണ്, ഈ വെറും മർത്യന്റെ വൃത്തഭംഗങ്ങളിൽ, ഈ കൊടും നോവിൻ കരാള സംഘങ്ങളിൽ, തീക്ഷ്ണമാം ചൂടിൻ വിയർക്കും അപ്പത്തിന്റെ ഓർമ്മയിൽ. അത് ഓർമ്മയാണ്. ഇന്നും അപ്പം എന്ന് പറയുന്നത് ഓർമ്മ മാത്രമായിരിക്കുന്നവർ, അത് കാണാൻ സുഖമുള്ള തീക്ഷ്ണമായ ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നവർ എത്രയോ ഉണ്ട്. കോടികളാണ്, കോടിക്കണക്കിന് ജനങ്ങൾ ഇന്നുമുണ്ട്. എച്ചിക്കുഴികളിൽ ഏങ്ങുന്ന മാനവ ശബ്ദമുഖങ്ങളിൽ ഇന്ത്യ തിളങ്ങുമ്പോഴും നമ്മുടെ തെരുവോരങ്ങളിൽ ഇപ്പോഴും കാണാം എച്ചിൽ കുഴികളിൽ തെരുവ് നായ്ക്കളോടൊപ്പം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കടിപിടി കൂടുന്നവർ. ഇന്നും നമുക്ക് അന്യമായ കാഴ്ചയല്ല ഇത്. അല്പവും അതിശയോക്തി കലർത്തി പറയുന്ന ഒരു വീക്ഷണവുമല്ല. ഇത് പച്ചയായ സത്യം മാത്രമാണ്, നഗ്നമായ യാഥാർത്ഥ്യം. പൊട്ടക്കരിന്തിരി വെട്ടം പുകയുന്ന പുല്ലുമാടങ്ങളിൽ ഭൂമിയെ കെട്ടിപ്പുണർന്ന് കരയുമീ ഭൂസുതർ വാടിക്കൊഴിയുമിടങ്ങളിൽ, പല്ല് ഞെറുമുവാൻ പോലും മറക്കുന്ന മൗന ദൈന്യങ്ങൾ നിഴലിക്കുന്ന മുഖങ്ങളും വിശക്കുന്ന വയറുകളും, നാണം മറയ്ക്കുവാൻ ഒരു തുണ്ട് വസ്ത്രത്തിന്റെ ബാക്കി പോലുമില്ലാതെ മനുഷ്യൻ കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന, മനുഷ്യൻ വിലപിച്ചുകൊണ്ടേയിരിക്കുന്ന
ഈ ഭൂമിയിൽ ഉള്ള സൗഭാഗ്യങ്ങൾ ആസ്വദിക്കുമ്പോൾ അവരെ ഓർത്ത് ഒരിറ്റ കണ്ണുനീർ, അവരെ ഓർത്ത് നമ്മുടെ സ്വപ്നങ്ങളിൽ എവിടെയെങ്കിലും വന്ന് കുത്തിനോവിക്കുന്ന ഒരു ഓർമ്മ, ആ ഓർമ്മയെങ്കിലും നമ്മെ പോലെ ഉള്ളവരിൽ ബാക്കിയാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.